മലേഷ്യയുടെ ഒരു എയർലൈൻസ് MH370 എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്നതൊക്കെയും ഒരു നിഗൂഢത തന്നെയാണ്. അതേപോലെ ഒരു നിഗൂഢതയാണ് MH70. ഈ വിമാനം നഷ്ടമായി കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വിമാനം താഴെ വീണ് കിടക്കുന്നു എന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം തന്നെ ഒരു മിസൈൽ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും റഷ്യക്കെതിരെ ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യ അതെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ലോകരാജ്യങ്ങളെല്ലാം ഒന്നുചേർന്ന് MH70 എന്ത് പറ്റി, അത് ആരാണ് ഫയർ ചെയ്തത്, ഇതെല്ലാം കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് 12 മുതൽ 18 മാസത്തോളമായി അതിന്റെ വിചാരണയൊക്കെയും നടത്തി. വിചാരണയ്ക്കൊടുവിൽ പല തിയറീസും കൊണ്ടുവന്നു. തിയറിയുടെ അവസാനം റഷ്യയാണ് ആ ഒരു ക്രൈം ചെയ്തത് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരുന്നത്. അങ്ങനെ 4 പേർക്ക് 2024 ശിക്ഷ ലഭിക്കുമെന്ന വിധിയും വന്നു. MH70 ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്, ഇതിന്റെ പിന്നിലുള്ള ലോക രാഷ്ട്രീയം എന്ത്, ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2017 മാർച്ചിലാണ് MH370 എന്ന വിമാനം കാണാതായത്. അതേപോലെയാണ് ബോയിങ് വിമാനം 777-200ER എന്ന അതേ വിമാനം 2014 ജൂലൈ മാസം ഉക്രൈനിൽ ഷൂട്ട് ഡൗൺ ചെയ്തു. 2014 ഉക്രൈൻ റഷ്യ ഉക്രൈനെ പിടിച്ചെടുക്കാനായി തീവ്രമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയം MH17 എന്ന വിമാനം ആംസ്റ്റർഡാമിൽ ഇരുന്ന് കോലാലംപൂരിലേക്ക് പോകുന്നു. 283 യാത്രക്കാർ, അതിൽ 80 കുട്ടികൾ, 15 ക്രൂ മെമ്പേഴ്സ്. ആംസ്റ്റർഡാമിലുള്ള ഷിപ്പിൾ എയർപോർട്ടിൽ 10:31 സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായി പറയുകയാണെങ്കിൽ കോലാലംപൂരിൽ ജൂലൈ മാസം 17-ാം തീയതി രാത്രി 10:10 എത്തിച്ചേരേണ്ട വിമാനമായിരുന്നു അത്. 12 മണിക്കൂറാണ് കൃത്യമായി പറഞ്ഞാൽ അതിന്റെ ട്രാവൽ ടൈം ഉണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് 1:20 ആയ സമയം മുതൽ തന്നെ ഈ വിമാനത്തിന്റെ യാതൊരു സിഗ്നൽസും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഈ വിമാനം നമ്മുടെ റഡാറിൽ നിന്നും മാറി എന്നുള്ള വിവരം എല്ലാ എയർപോർട്ടിലേക്കും വ്യാപിച്ചു. മലേഷ്യൻ എയർലൈൻ MH17 എവിടെയെന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. എന്തെങ്കിലും സിഗ്നൽ ലഭിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പിനായുള്ള കോള് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എന്നാൽ യാതൊരുവിധ കോളും യാതൊരുവിധ സിഗ്നൽസും ഒരു എയർപോർട്ടിലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ വിമാനം എവിടെ പോയി? എല്ലാവരും അന്വേഷണം ആരംഭിക്കുന്നു. അവസാനമായി മലേഷ്യൻ എയർലൈനുമായി ഈ ഒരു വിമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയം എന്ന് പറയുന്നത് ജൂലൈ മാസം 17-ാം തീയതി 2014 ഉച്ചയ്ക്ക് 1:20 പക്ഷേ ഈ ഒരു വിമാനം കാണാനില്ല എന്ന് എയർലൈൻസ് കൺഫേം ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2:15 സോ 1 മണിക്കൂർ അവരുടെ പക്കലുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഈ വിമാനം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. 1 മണിക്കൂറിന് ശേഷമാണ് വിമാനം കാണാതായി എന്ന അറിയിപ്പ് മലേഷ്യൻ എയർലൈൻസ് പുറത്തുവിട്ടത്. ഉക്രൈന് മുകളിലൂടെ പോകുന്ന സമയത്താണ് അവസാനമായി ഈ വിമാനവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നതും ലാസ്റ്റ് സിഗ്നൽ ലഭിച്ചിട്ടുണ്ടായിരുന്നതും. അങ്ങനെ എല്ലാവരുടെയും സംശയം റഷ്യയിലേക്ക് പോകുന്നു. റഷ്യ ഈ യാത്രക്കാരുടെ വിമാനം ഷൂട്ട് ചെയ്തിട്ടുണ്ടാകുമോ? ഉക്രൈന്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഡൊണസ്ക് റീജിയണിലേക്ക് റഷ്യൻ സപ്പോർട്ടേഴ്സ് ആണ് അധികമായി ഉണ്ടായിരുന്നത്. സോ റഷ്യൻ സപ്പോർട്ടേഴ്സ് ഉക്രൈനെതിരെ കഠിനമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയം, ക്രീമിയ പിടിച്ചെടുത്ത വർഷം എന്ന് പറയാം. ഉക്രൈനിലെ ഈ റീജിയണിലുള്ള റഷ്യൻ സപ്പോർട്ടേഴ്സ് ആണ് ഈ വിമാനം ഫയർ ചെയ്തത് എന്ന് അമേരിക്ക ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു. റഷ്യ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഒന്നുചേരുന്നു. ഈ ഡച്ച് സേഫ്റ്റി ബോർഡ് എന്ന ഈ ഒരു സംഘടനയാണ് 15 മാസം വിചാരണ ചെയ്ത് 2018 ഒക്ടോബർ മാസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. റഷ്യൻ നിർമ്മിതമായ ബക്ക് മിസൈൽ സിസ്റ്റം വഴി ആയിരിക്കാം ഈ വിമാനത്തെ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ വിമാനത്തിന്റെ പാർട്സ് കിടന്നത് ഉക്രൈൻ ടെറിട്ടറിയിലാണ്. ആ വിമാനത്തിന്റെ മുൻഭാഗം നല്ല രീതിയിൽ തന്നെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മധ്യഭാഗം അപ്സൈഡ് ഡൗൺ ആയി താഴെ വന്നു പതിച്ചു. സോ ഇത് സാധാരണയായുള്ള ഒരു ആക്സിഡന്റ് അല്ല. തീർച്ചയായും ഈ വിമാനത്തിൽ ഒരു മിസൈൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മിസൈലിന്റെ ഇമ്പാക്ട് ഇതിലുണ്ടായിരിക്കാം. അത് ബക്ക് മിസൈൽ സിസ്റ്റം വഴി ആയിരിക്കുമെന്ന ഒരു സത്യം DSB പുറത്തുവിട്ടു. സോ ബക്ക് മിസൈൽ സിസ്റ്റം ആണെന്ന് കണ്ടുപിടിച്ചു. ബക്ക് എന്ന മിസൈൽ സിസ്റ്റം എങ്ങനെ ഉക്രൈനിൽ എത്തിയിട്ടുണ്ടാകും? കാരണം ഈ വിമാനത്തിന്റെ ഡെബ്രിസ് എല്ലാം കിടന്നത് ഉക്രൈനിലാണ്. ഉക്രൈനിൽ നിന്നുമായിരിക്കും ഈ മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതും കണ്ടുപിടിച്ചു. സോ ഇതിനെയും 2016 സെപ്റ്റംബർ മാസം ഇന്റർനാഷണൽ ടീം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബക്ക് എന്ന മിസൈൽ സിസ്റ്റത്തെ റഷ്യ ഉക്രൈനിലുള്ള റഷ്യൻ അനുകൂലികൾക്ക് കൊടുത്തിട്ടുണ്ടാകാം എന്ന കൺഫർമേഷൻ വരുന്നു. സോ JIT എന്ന ഒരു പ്രോഗ്രാം രൂപീകരിച്ചു, ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം. 2018 മെയ് മാസത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. ഇത് ചെയ്തത് റഷ്യയാണ്. ഉടൻ തന്നെ ഓസ്ട്രേലിയയും നെതർലാൻഡും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ പിന്നിൽ റഷ്യ തന്നെയായിരിക്കും. റഷ്യൻ പ്രസിഡന്റായ പുടിൻ തന്നെയായിരിക്കും. റഷ്യൻ പ്രസിഡന്റായ പുടിന്റെ ഓർഡർ പ്രകാരമായിരിക്കും ഈ BUK എന്ന ഈ ബക്ക് മിസൈൽ സിസ്റ്റം ഉക്രൈനിൽ എത്തിയിട്ടുണ്ടാവുക.
ഉക്രൈൻ സപ്പോർട്ടേഴ്സ് ഈ വിമാനത്തിനെതിരെ ഫയർ ചെയ്തിട്ടുണ്ടാകും. സോ ഉക്രൈനിലിരുന്ന് റഷ്യൻ സപ്പോർട്ടേഴ്സ് ആയിരിക്കും ബക്ക് മിസൈൽ സിസ്റ്റം വെച്ച് ഇത് ഫയർ ചെയ്തിട്ടുണ്ടാവുമെന്നും പറഞ്ഞ് ആ 4 പേരുടെ പേരും പറഞ്ഞ് അവർക്ക് ശിക്ഷയും വിധിച്ചു. ഇഗോർ ഗിർകിൻ, സെർഗി ഡുബിൻസ്കി, ഒലെഗ് പുലാത്തോവ്, ലിയോണിഡ് ഖർച്ചെങ്കോ. ഈ 4 പേരായിരിക്കാം ഈ മിസൈൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ 2 പേർ മിസൈൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനും 2 പേർ സഹായത്തിനും ഉണ്ടായിരിക്കാം എന്ന് പറയുന്നു. ബക്ക് മിസൈൽ സിസ്റ്റം ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ച് പാഡ്, അതുപോലെ തന്നെ ഇതിന്റെ വാർഹെഡ്, ആ വാർഹെഡ് മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ, ഇതെല്ലാം വെച്ച് മുഴുവനായും ഒരു സിമുലേഷൻ ചെയ്തു നോക്കുന്നു. സോ മുഴുവനായും ഒരു സിമുലേഷൻ എന്ന് പറയുമ്പോൾ ആ മിസൈൽ സിസ്റ്റം വെച്ച് ഈ വിമാനത്തെ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് വീഡിയോ, ഇതേപോലെ ഒരു സിമുലേഷൻ JAT ചെയ്തു നോക്കുന്നു. അങ്ങനെ അവർ കണ്ടുപിടിച്ചത് 70 കിലോഗ്രാം ഭാരമുള്ള ഒരു വാർഹെഡ്. ഈ വിമാനത്തെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മുൻഭാഗത്ത് വന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുമെന്ന കൺക്ലൂഷനിലെത്തുന്നു. വിമാനത്തിന്റെ മുൻഭാഗം വലിയ രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടാകാം. ബാക്ക് പാത്ത്, അതായത് ടെയിൽ എന്നത് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാകും. അതിനുശേഷം ഈ വിമാനം താഴെ വീണ് തകർന്നിട്ടുണ്ടാകാമെന്ന തീരുമാനത്തിലെത്തുന്നു. സോ ഈ വിമാനത്തിന്റെ മുൻഭാഗത്ത് വന്ന് ഒരു മിസൈൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ഡയറക്റ്റ് ആയി വന്ന ഒരു മിസൈൽ അറ്റാക്ക് അല്ല നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ എവിഡൻസ് കളക്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഈ ബക്ക് മിസൈൽ സിസ്റ്റത്തിന്റെ വാർഹെഡ്, എന്തൊക്കെ വാർഹെഡ് ആണോ റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ വാർഹെഡ് എല്ലാം പരിശോധിച്ചു നോക്കി. ഈസ്റ്റ് ഉക്രൈന്റെ 320 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഏതോ ഒരു സ്ഥലത്തു നിന്നുമാണ് ഈ മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ടാവുക. ആ മിസൈലിന്റെ വാർഹെഡ് 9M314M ടൈപ്പ് വാർഹെഡ് ആയിരിക്കണം. മിസൈൽ എന്നത് 9M38M1 മിസൈൽ ആയിരിക്കണം. ഇത് ഈ ബക്ക് മിസൈൽ സിസ്റ്റത്തിൽ വെച്ച് ഈ 4 പേരും വിക്ഷേപിച്ചിട്ടുണ്ടാകാം എന്ന് പറയുന്നു. സോ ഒരു മിസൈൽ സിസ്റ്റവും അതിന്റെ വാർഹെഡ് പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്നും കൂർത്ത ഷാർപ്നർ എന്ന് പറയും, ഈ കൂർത്ത പല ഭാഗങ്ങൾ MH17 എന്ന വിമാനത്തിന്റെ മുൻഭാഗത്തിൽ ഹിറ്റായിരിക്കുന്നു. അതുകൊണ്ടാണ് MH17ന്റെ മുൻഭാഗത്തുള്ള നിരവധി പാർട്സ് ആകാശത്തിൽ വെച്ച് തന്നെ ഈ വിമാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. സോ പെട്ടെന്നുണ്ടായ സ്ഫോടനം മൂലം മുൻഭാഗം പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ എയർ പ്രഷറാണ് ബാക്ക് പാത്ത് ഊരിപ്പോകാനുണ്ടായ പ്രധാന കാരണമായി പറയുന്നത്. അങ്ങനെ ഈ വിമാനം താഴെ വന്ന് പതിക്കുന്നു, തകരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് ഏകദേശം 60 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ഗവേഷകർ പറയുന്നു. അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, അതിന്റെ ഡെബ്രീസ് അന്വേഷിക്കാൻ ആരംഭിച്ചു. ആ വിമാനത്തിന്റെ ഒരു ഭാഗം എവിടെ നിന്നുമാണോ ലഭിച്ചത് അതിന്റെ സറൗണ്ടിങ്ങിൽ 50 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നുമാണ് ബാക്കി ഡെബ്രീസ് കണ്ടെത്തിയത്. ഇവർ പറഞ്ഞ ഈ സിമുലേഷൻ തിയറി ശരിയാണ്. ബക്ക് മിസൈൽ സിസ്റ്റം മൂലമായിരിക്കാം ഈ വിമാനം വീണത്, അല്ലെങ്കിൽ വിമാനത്തിന്റെ മുൻഭാഗത്ത് ഒരു മിസൈൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകും. ഇത് കാരണമായി വെച്ച് റഷ്യയെ MH17 തകർന്നതിന് കാരണം റഷ്യയാണ്. റഷ്യയുടെ ഓർഡർ പ്രകാരമാണ് റഷ്യൻ സപ്പോർട്ടേഴ്സ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ വിചാരണ ആരംഭിച്ച് 2024 റഷ്യക്ക് ശിക്ഷ കൊടുക്കാൻ പോകുന്നു. പക്ഷെ ഈ സമയത്ത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. ഈ ബ്ലാക്ക് ബോക്സ് മലേഷ്യൻ എയർലൈൻസിന് കൈമാറി. ആ ബ്ലാക്ക് ബോക്സ് JIT എന്ന് പറയുന്ന ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ചു നോക്കി. എന്നാൽ അതിൽ നിന്നും യാതൊരു സിഗ്നൽസോ യാതൊരു വിവരങ്ങളോ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ വിമാനം പറന്ന സമയത്ത് മറ്റൊരു വിമാനങ്ങളും പറന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വിമാനങ്ങൾ, 3 കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ 3 സ്ഥലത്ത് ഒരേ സമയത്ത്, അതായത് MH17 തകർന്ന അതേ സമയത്ത് തന്നെ പറന്നിട്ടുണ്ടായിരുന്നു എന്നത് ഫ്ലൈറ്റ് റഡാർ എന്ന സൈറ്റിൽ വ്യക്തമായി കാണാൻ പറ്റി. നോ ഫ്ലൈ സോൺ അറിയിച്ചിരുന്ന സ്ഥലമാണോ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം അവിടെ യുദ്ധം നടക്കുന്ന സമയമാണ്. തീവ്രമായി റഷ്യ ക്രീമിയയെ പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. സോ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നോ ഫ്ലൈ സോൺ ആണ്. നോ ഫ്ലൈ സോൺ അറിയിച്ചിരിക്കുന്നത് കൊണ്ടാണോ ഈ വിമാനത്തിനെതിരെ ബക്ക് മിസൈൽ സിസ്റ്റം വെച്ച് ഫയർ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. നോ ഫ്ലൈ സോൺ എന്നത് 9754 മീറ്റർ മാത്രമാണ്, ഏകദേശം 32,000 ഫീറ്റ്. പക്ഷേ ഈ വിമാനം പറന്നത് 33,000 ഫീറ്റ് ഉയരത്തിലാണ്. അതായത് നോ ഫ്ലൈ സോണിലാണ് ഈ വിമാനം പറന്നതെങ്കിൽ കൂടി ആ നിയമത്തിന് കീഴ് വരില്ല. നോ ഫ്ലൈ സോണും കഴിഞ്ഞ് ഫ്ലൈ സോണിലാണ് ഈ വിമാനം പറന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തെ ഫയർ ചെയ്തത് കുറ്റമാണെന്നുള്ളതാണ് എല്ലാവരുടെയും വാദം. സോ MH17 എന്ത് പറ്റി, അതിന്റെ പിന്നിലുള്ള തിയറികൾ, അതുമൂലമുണ്ടായ സിമുലേഷൻ, ഇതേപോലെ തന്നെയാണ് MH370 എന്ന വിമാനത്തിന്റെയും നിഗൂഢത. ഇതിന്റെ പിന്നിലും നിരവധി സത്യങ്ങളും നിരവധി തിയറീസും ഉണ്ട്. അതറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.